രേണുസുതിയെ കലാരംഗത്തേക്ക് കൊണ്ടുവരുന്നത് സത്യത്തിൽ സംഗമിത്ര എന്ന നാടകസമിതിയാണ്. ആദ്യമായിട്ടൊരു ആദരവ് കൊടുക്കുന്നത് ഞാനാണ് രേണുസുതിക്ക്. ഞങ്ങളന്നും പറഞ്ഞ് രേണുസുതി നിനക്കൊരു ഉയർച്ചയുണ്ട്, ഞാനും സതീഷ് സാറും എല്ലാവരും പറഞ്ഞു അതിന് നല്ലൊരു ഭാവി ഉണ്ടാവും. അതിനൊരു ഭർത്താവില്ലെന്നും പറഞ്ഞ് അതിന് ജീവിക്കണ്ടേ. ഒരു കലാകാരൻ അവൻ്റെ ദുഃഖങ്ങൾ മറച്ചു വെച്ചാണ് എപ്പോഴും കലാരംഗത്ത് നിൽക്കുന്നത്. കാരണം അമ്മ മരിച്ചു കിടന്നാലും അവൻ ചെന്ന് സ്റ്റേജിൽ ജനങ്ങളെ ചിരിപ്പിക്കണം. അവൻ്റെ ദുഃഖം എന്താണെന്ന് മനുഷ്യന് മനസ്സിലാവത്തില്ല. എനിക്കിത് നാടകം തോറ്റാലും ഇല്ലെങ്കിലും എനിക്ക് എവിടെയെങ്കിലും ഒരു നാടകത്തിലൊന്ന് പിടിച്ചു കയറണം, ഒരു പ്രൊഫഷണൽ നാടകത്തിൽ കളിക്കണമെന്ന് എൻ്റെ ജീവിത സാഫല്യമാണ്. ഇപ്പോഴത്തെ കാലഘട്ടം അല്ലെന്ന് ഇടി കിട്ടും, അടി ഉറപ്പാണ്. കൊല്ലത്തു നിന്നും ആലുവായി ചെല്ലുന്നത് ആ ഒരു 2-3-4 മണിക്കൂർ, ആ സമയം കൊണ്ട് ആ ഡയലോഗ് മൊത്തവും എന്നെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി. എൻ്റെ ഒരു ആദ്യത്തെ പ്രൊഫഷണൽ നാടക രംഗത്തിലേക്കൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നത്. നാടകം നമ്മളെ ഒരു ജീവനാണല്ലോ. ഈ വർഷം സംസ്ഥാന തലത്തിൽ അവാർഡിന് കൊടുത്തിരുന്ന 3ാം സ്ഥാനത്ത് വരെ എത്തി. കൃഷിയിലേക്ക് വന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. നമസ്കാരം. കൃഷിയിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്ന ഒരു നടൻ്റെ കഥയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഓണത്തിന് അദ്ദേഹത്തിൻ്റെ കൃഷി വളരെ വലിയ നഷ്ടത്തിലേക്കെത്തി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അദ്ദേഹം തന്നെ പറയട്ടെ. നമസ്കാരം. ഇദ്ദേഹം ഒരു നടനാണെന്ന് കേട്ടു. ഏത് മേഖലയിലാണ് അഭിനയിക്കുന്നത്? കഴിഞ്ഞ 35 വർഷക്കാലമായിട്ട് മലയാള പ്രൊഫഷണൽ നാടകത്തിൽ നടനായിട്ട് വർക്ക് ചെയ്ത് വരിക. ഒരു 96 തൊട്ട് പ്രൊഫഷണൽ നാടക രംഗത്ത് വന്ന് അതിനു മുന്നേ അമച്വർ നാടകം, സിംബോളിക്കൽ. കാരണം ഒരു ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്നും കയറി വന്ന 7 മക്കളിൽ മൂത്ത ആളായിട്ടാണ് എൻ്റെ ജനനം. അപ്പം സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ട് ഇരിക്കുന്ന ഒരു കുടുംബത്തിലായിരുന്നു. വീട്ടിൽ മറ്റ് ജീവിത മാർഗങ്ങളും, അമ്മയ്ക്ക് കാശുവണ്ടി ഫാക്ടറിയിൽ ജോലി, അച്ഛന് ചെറിയ കൃഷിപ്പണി, അങ്ങനെയൊക്കെ കഴിയുന്ന ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു. പക്ഷേ അന്ന് തൊട്ട് എനിക്ക് ഈ സ്കൂൾ തലത്തിലൊക്കെ നാടകങ്ങൾ കാണുമ്പോൾ അതിനോടൊരു വലിയൊരു താല്പര്യം തോന്നിയിരുന്നു. എങ്ങനെയോ ഒരു നാടക നടനാവണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ പല സംവിധായകരുടെ മുന്നിൽ പോയി ചാൻസ് ചോദിച്ച് നാടക സംവിധായകരോടാണ്. കേരളത്തിലെ പ്രഗത്ഭരായ പല സംവിധായകരുടെയും വീടുകളിലും ക്യാമ്പുകളിലും പോയി അവസരങ്ങൾ ചോദിച്ചാൽ എല്ലാവരും നീ പ്രായം കുറവല്ലേ, കുറച്ചുകൂടെയൊക്കെ വളർന്ന് വന്നിട്ട് നാടകത്തിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് വിട്ടു. അങ്ങനെ നിരന്തരം ഇങ്ങനെ ചൈതന്യയിൽ പോകുമായിരുന്നു. കൊല്ലം ചൈതന്യം. അന്ന് ഉദയകുമാർ ചൈതന്യം എന്ന് പറയുന്ന അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയമാണ്. അപ്പം പുള്ളി എൻ്റെ ഒരു കൊച്ചു നാടകം സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നാടകത്തോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ അവർക്ക് അന്ന് നല്ല ഫേമസ് നാടകങ്ങൾ കളിക്കുന്ന ശബ്ദം, പിന്നെ പീനൽ കോഡ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് അധ്യാപിക അങ്ങനെ സൂപ്പർ ഹിറ്റ് നാടകങ്ങളൊന്നും ചൈതന്യ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്കതിനകത്ത് പയ്യൻ്റെ വേഷമൊന്നും വരാത്തത് കൊണ്ട് പുള്ളിക്കൊരു പ്രൊഫഷണൽ നടനായിട്ട് കൊണ്ടുവരാനൊരു ഭയം. അങ്ങനെ പുള്ളിയുടെ കാര്യത്തിന് നിരന്തരം ശല്യം ചെയ്തത് കാരണം ഒരു പ്രാവശ്യം അപ്പം കലാനിലയ നാടകവേദി 96-ലാണെന്ന് തോന്നുന്നു, കൺട്രോൾമെൻറ്റ് മൈതാനത്ത് നാടകം അവതരിപ്പിക്കാനായിട്ട് വന്നു, സ്ഥിരം നാടകവേദി. അപ്പം പുള്ളി ഒരു പരീക്ഷണാർത്ഥം എനിക്കൊരു ലെറ്റർ തന്നിട്ട് പറഞ്ഞു ഇത് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പം ഈ ഉദയകുമാർ ചൈതന്യയും പുള്ളിയുടെ വൈഫ് ആ നാടകത്തിൽ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്, ആ ഒരു ഉഷാ ഉദയൻ. അപ്പോൾ ആ ചേച്ചിയെല്ലാം അതിനകത്ത് നിന്ന് അപ്പോൾ ഒരു ലെറ്റർ തന്നിട്ട് പറഞ്ഞു നീ അവിടെ ചെല്ല്, ചിലപ്പം ചെറിയ വേഷങ്ങൾ വല്ലതും തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ വൈകിട്ട് ആശ്രമം മൈതാനത്ത് കലാനിലയത്തിൻ്റെ ഓഫീസിൽ ചെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അന്ന് ബാബു തോമസ് എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ മാനേജിങ് ഡയറക്ടർ. അപ്പം പുള്ളി ഉറങ്ങിക്കിടന്ന പുള്ളിയെ വിളിച്ചുണർത്തിക്കൊണ്ട് വന്നിട്ട് ഞാൻ കയ്യിൽ ലെറ്റർ കൊടുത്തു. ലെറ്റർ കൊടുത്തിട്ട് പുള്ളി അത് വായിച്ച് നോക്കിയിട്ട് അയാൾ എന്നെ 2-3 വട്ടം അടിവട്ടും മുടിവട്ടം നോക്കിയിട്ട് പറഞ്ഞു ഇയാളെക്കുറിച്ചൊരു ബോധ്യമില്ലയോ, പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്നത് ഒരു നടനാവാനുള്ള യോഗ്യത ഒന്നും ഇയാൾക്കില്ല. എൻ്റെ മുഖത്ത് നോക്കി അയാൾ പറയാം ഇറങ്ങിപ്പോവും. ആ ലെറ്റർ മേടിച്ചിട്ട് സൈഡിലോട്ട് എടുത്താൽ കളഞ്ഞ്. ഞാൻ അവിടെ നിന്ന് അറിയാതെ നാടകത്തെ അഭിനയിക്കുകയല്ല, യഥാർത്ഥമായിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. കാരണം അത്രയ്ക്ക് തന്നെ അങ്ങ് അപമാനിക്കപ്പെട്ട നിലയിൽ അവിടുന്ന് പുള്ളി സംസാരിച്ചത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് ആ ഗേറ്റിന് വെളിയിൽ ചെന്ന് അറിയാതെ തന്നെ ഒരു 15 മിനിറ്റോളം അവിടെ ഇരുന്നങ്ങ് കരഞ്ഞ്. സാധാരണ സിനിമയിൽ അവസരം ചോദിച്ചു പോയാൽ ഇത് നാടകത്തിന് ഒരവസരം കരയിപ്പിച്ച് കളഞ്ഞത്. അപ്പോഴും ഞാൻ വിചാരിച്ചു എത്ര വയസ്സുണ്ട്? അന്ന് ഏകദേശം ഒരു 19-20 വയസ്സിനകത്തേ വരത്തുള്ളൂ. അപ്പം അവർ നോക്കിയപ്പം അന്ന് പൂജപ്പരി സാറ് അവരൊക്കെ അഭിനയിക്കുന്ന സമയം. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവരെ കൂടെ നിന്ന് അഭിനയിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അപ്പോൾ എന്നാലും എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം എനിക്കൊരു നടനാകണം, ഏത് വിധേന ഒരു നടനാകണം എന്നുള്ളൊരു വലിയ മോഹമായിരുന്നു. പക്ഷേ ആ അഭിമാനം സഹിച്ച് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു ഇനി ഏത് വിധമായാലും ഇനി എന്ത് സഹിച്ചാലും വേണ്ടില്ല എനിക്കൊരു നടനായേ പറ്റൂ.
അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ ദർപ്പണം കലാസാംസ്കാരിക വേദി എന്ന് പറഞ്ഞ ചെറുമൂട് ട്യൂട്ടോറിയൽ അധ്യാപകരെല്ലാം ഇവിടെ നടത്തുന്നത്. അവർ എല്ലാ വർഷവും ഓരോ സിംബോളിക്കൽ നാടകം 30 മിനിറ്റ് വീതമുള്ള എടുത്ത് മത്സരങ്ങൾ കോമ്പറ്റീഷന് പോകും. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് നാടകത്തിൽ അഭിനയിക്കണം, എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ അങ്ങനെ ഈ താഴ്ച അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഇല്ല. അവർ പറഞ്ഞു ശരി നമുക്ക് നാടകം എടുക്കുമ്പം നിന്നെ ഇവിടെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാ അധികം ബ്ലൂ സമം മലയാളം എന്ന് പറയുന്നൊരു നാടകം 30 മിനിറ്റുള്ള അന്നത്തെ ഈ സിനിമയെക്കുറിച്ചും മറ്റേ പ്രസിദ്ധീകരണങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നാടകമായിരുന്നു. ആ നാടകത്തിൽ എനിക്ക് 2 വേഷം തന്ന്, അതിൽ നിന്നും 2 വേഷം തന്ന്, ഒരു മന്ത്രിയുടെയും മറ്റേ അല്ലാതെ ഒരു കോമഡി വേഷവും. അത് മനോഹരമായിട്ട് ചെയ്ത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഒരു 2-3 നാടകങ്ങൾ അവിടെ നിന്ന് കളിച്ചപ്പം നാടകത്തിൻ്റെ ബേസിക്കൽ എന്താണെന്ന് സിംബോളിക്കൽ നാടകത്തിലൂടെ എനിക്ക് മനസ്സിലായി. അവിടെ നിന്നും പിന്നെ ഉദയണ്ണൻ എന്നെ വീണ്ടും വിളിച്ച് അവരുമായിട്ട് നല്ല സഹകരണമായി. അങ്ങനെ പീനക്കോട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഒരു നടൻ്റെ കല്യാണമാണ് നമ്മളെ ചാത്തന്നൂർ പൂതത്താൻ ക്ഷേത്രത്തിൽ വെച്ച്. അപ്പോൾ മാലയിടിയിൽ കഴിഞ്ഞിട്ട് ആലുവ ഫൈൻ ആർട്സ് സൊസൈറ്റിയിലാണ് നാടകം വൈകിട്ട് 6:30. അങ്ങനെ എനിക്ക് ക്ഷണം ഉണ്ടായിരുന്നു, ഞാനും പോയി. അങ്ങനെ നാടകം കഴിഞ്ഞ് മാലയിടിയിലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെണ്ണിൻ്റെ വീട്ടുകാരും മറ്റേ ഇവരുടെ ആൾക്കാരും എല്ലാം ഇയാളെ നാടകം കളിക്കാൻ വിടത്തില്ല. അന്നത്തെ ദിവസം നാടകം കളിക്കാൻ പറ്റത്തില്ല, നാളെ വേണമെങ്കിൽ പൊയ്ക്കോ. അപ്പം ഈ നാടകം അവിടെ ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ടെൻഷനാണ്. അന്ന് ഇപ്പോഴത്തെ കാലഘട്ടം അല്ലെന്ന് ഇടി കിട്ടും, അടി ഉറപ്പാ. അതല്ല വീട്ടില് അപ്പൻ മരിച്ചാലോ അമ്മ മരിച്ചാലോ ആര് മരിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കലാകാരനാണെങ്കിൽ ഒരു കലാകാരൻ അവൻ്റെ ദുഃഖങ്ങൾ മറച്ചു വെച്ചാണ് എപ്പോഴും കലാരംഗത്ത് നിൽക്കുന്നത്. കാരണം അമ്മ മരിച്ചു കിടന്നാലും അവൻ ചെന്ന് സ്റ്റേജിൽ ജനങ്ങളെ ചിരിപ്പിക്കണം. അവൻ്റെ ദുഃഖം എന്താണെന്ന് മനുഷ്യന് മനസ്സിലാവത്തില്ല. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്ന എത്രയോ കലാകാരന്മാരുണ്ടെന്നറിയാം. അങ്ങനെ എന്തായാലും അന്ന് കൊല്ലം ജില്ലയിലുള്ള പല നടന്മാരെയും വിളിച്ചു. അതിനകത്ത് ആ വേഷം ഒരു ജേർണലിസ്റ്റിൻ്റെ വേഷം ആദ്യമായിട്ട് അതിനകത്തൊരു പയ്യനല്ല ഒരു 10-25 വയസ്സുള്ളൊരു പയ്യൻ്റെ നായകന് തുല്യമായ ഒരു വേഷമാണ്. അപ്പോൾ ആര് വിളിച്ചതും റിഹേഴ്സൽ കൂടാതെ ഒരു നാടകം അഭിനയിക്കാം, ഒരു പ്രൊഫഷണൽ നാടകമാണ്. അപ്പോൾ അത് പോയി അതും ടിക്കറ്റ് പ്രോഗ്രാം അന്ന് ആലുവയിൽ നടക്കുന്നത്, ആലുവ ഫൈൻ ആർട്സ് സൊസൈറ്റി. അപ്പോൾ അവസാന ഘട്ടത്തിൽ എന്നോട് വന്ന് ചോദിച്ചേടാ നിനക്കിത് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഈ വേഷം. അപ്പോൾ എനിക്കിത് നാടകം തോറ്റാലും ഇല്ലെങ്കിലും എനിക്ക് എവിടെയെങ്കിലും ഒരു നാടകത്തിലൊന്ന് പിടിച്ചു കയറണം, ഒരു പ്രൊഫഷണൽ നാടകത്തിൽ കളിക്കണമെന്ന് എൻ്റെ ജീവിത സാഫല്യമാണ്. അപ്പം വമ്പൻ ടീമുകളാണ്, പിന്നെ കോഴിക്കോട് പത്മാവതി, പിന്നെ ഉദയകുമാർ ചൈതന്യ, കുഴിയം മുരളി, അങ്ങനെ പ്രഗത്ഭരായ നടന്മാർ അഭിനയിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ എനിക്കൊരു പഠനമായിട്ട് നിന്നാലും മതി ആ ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാം, എനിക്ക് പറഞ്ഞു തന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അന്ന് ഈ കാലഘട്ടത്തിൽ ഈ മൊബൈൽ ഫോണൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ അവർ തന്നെ അവിടുന്ന് ഒരു സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി വീട്ടിലിരിക്കുന്ന സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് കൊല്ലത്തു നിന്നും ആലുവായി ചെല്ലുന്നത് ഒരു 2-3-4 മണിക്കൂർ ആ സമയം കൊണ്ട് ആ ഡയലോഗ് മൊത്തവും എന്നെ കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി. അപ്പോൾ എനിക്കൊരു ധൈര്യമായപ്പം കഥാപാത്രം ഇതാ മനസ്സിൽ കിട്ടി. പക്ഷേ അവിടെ ചെന്ന് നമ്മൾ പുറത്ത് ചുറ്റുപാട് കണ്ട നമ്മളിവിടെ ഒരു ഉത്സവത്തിന് എങ്ങനെ നിൽക്കും, നല്ല പൂരപ്പറമ്പിൽ മാതിരി ആർച്ചൊക്കെ വെച്ച് കെട്ടി ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ടിക്കറ്റ് ഹൗസ്ഫുള്ളായി ആ നാടകം ഇതിൻ്റെ കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഹൗസ്ഫുള്ളായിട്ട് സൈഡിലാണ് ഇരുത്തുക. ഇത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ധൈര്യം പോയി. കാരണം ഇത്രയും ജനത്തിൻ്റെ മുമ്പിൽ നമ്മൾ കളിക്കണമല്ലോ നാടകം. സേവ്യർ പുൽപ്പാട് അങ്ങനെയുള്ള പ്രഗത്ഭരായ ഒരുപാട് നടന്മാരവിടെ ഉണ്ട്. എന്തായാലും നാടകം തുടങ്ങി. 1-2 ഡയലോഗ് ഒരു ചെറിയ ചർക്കിങ് അല്ലാതെ ആ നാടകത്തിന് ഒരു പാളിച്ചുകളും വരാതെ കളിച്ചതെന്നുള്ള ഒരു ഈശ്വരാനുഗ്രഹമാണ്. എൻ്റെ ഒരു ആദ്യത്തെ പ്രൊഫഷണൽ നാടക രംഗത്തിലേക്കൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നത്. നാടകം കഴിഞ്ഞെല്ലാം അവസാനം വന്ന് സേവ്യർ പുൽപ്പാട് എന്ന് പറഞ്ഞ് അദ്ദേഹം വന്ന് എല്ലാവരെയും പരിചയപ്പെട്ടപ്പോൾ ഉദയകുമാർ ചൈതന്യെ പുള്ളിയെ നല്ല പരിചയമുണ്ട്. അപ്പോൾ പറഞ്ഞാൽ പയ്യൻ ഇച്ചിരി കൂടെ ഒന്ന് വരാനുണ്ട്, നിങ്ങളെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ വേരിയേഷൻ കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉദയണ്ണൻ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിക്ക് ഒരു റിഹേഴ്സലും ഇല്ല, ഒരാളുടെ കല്യാണമായിരുന്നു, അതിന് പകരം കൊല്ലത്തുനിന്ന് ഇവിടം വരെയുള്ള റിഹേഴ്സലേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞു. പുള്ളി ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോനെ നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് കലാരംഗത്ത്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി. പിന്നെ ചെന്ന് വക്കൻ ഷക്കീർ സാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഒരു കണ്ടിന്യൂ പ്രൊഫഷണൽ നാടക ട്രൂപ്പിലേക്ക് കോട്ടയം വിശ്വസാരഥി എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് മണിലാൽ സാറിൻ്റെ നാടകത്തിൽ അഭിനയിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ ദൈവം സഹായിച്ച് ഇതുവരെ ഒരു 10-36 വർഷമായി. ഇപ്പോൾ ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന പല സമിതികളും കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിൻ സംഗമിത്രയിൽ, ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ആക്സിഡൻറ്റ് പറ്റി 2 സ്ത്രീ കഥാപാത്രങ്ങൾ മരിച്ചിരുന്നു.
അതിൽ എനിക്കൊരു അവസരം, വനിതാ മെസ് എന്ന നാടകത്തിൽ ഇപ്പം അതിനകത്താണ് അഭിനയിക്കുന്നത്. വനിതാ മെസ്സിൻ്റെ തുടക്കം മുതലുണ്ടായിരുന്നല്ലേ? തുടക്കം മുതൽ ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ 6ാമത്തെ നാടകം ഇപ്പം കളിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. കാരണം ആദ്യത്തെ ടീമിന് മൊത്തം മാറ്റം വന്നു. എല്ലാവരും മാറിയല്ലേ? ഒരു 3 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും മാറി. അപ്പോൾ അതിനകത്ത് ഒരു ജെസ്സി ചേച്ചി എല്ലാം നല്ല അവരൊക്കെ ഈ ദൈവം അനുഗ്രഹിച്ച കലാകാരികളായിരുന്നു. അവരെല്ലാം ദൈവത്തിൻ്റെ ഈ ആയുസ് അടുത്ത് വരുമ്പോഴതൊരു നിമിത്തമാണല്ലോ. എന്തായാലും ദൈവഭാഗ്യമായിട്ട് കായംകുളം ദേവായിൽ എനിക്ക് അഭിനയിക്കാനൊരു അവസരം കിട്ടി. ഇപ്പോൾ അതിനകത്ത് 2 വേഷം, ഒരു 80 വയസ്സുള്ളൊരു കാരണവരുടെയും ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റെയും വേഷം ചെയ്യുന്നു. പിന്നെ കൃഷിയിലേക്ക് വന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. കൃഷിയെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ ഒരു 10 വർഷം ബോയിലർ ഓപ്പറേറ്ററായിട്ട് സൗദി അറേബ്യ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് അവിടുന്ന് നാടകം നിർത്തിയിട്ട് പോയി. ഇടയ്ക്ക് വെച്ച് ഒരു 6 വർഷത്തോളം അങ്ങനെ പാർവതി മില്ലിൽ ജോലി ഉണ്ടായിരുന്നു. ഈ പാർവതി മില്ലിലെ ജോലിയും നാടകവും കൂടെ ഒരുമിച്ച് പോയതാണ്. അപ്പം പാർവതി മില്ല് 2006 ലോക്കൗട്ടായപ്പോൾ പിന്നെ നാടകം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റത്തില്ല. അങ്ങനെ ബോയിലർ ഓപ്പറേറ്ററായിട്ടുള്ള പരീക്ഷ പാസ്സായതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് വെച്ച് സൗദി അറേബ്യയിൽ കിങ് അബ്ദുൾ അസീസ് ഹോസ്പിറ്റലിൽ ബോയിലർ ഓപ്പറേറ്ററായിട്ട് പോയി. അങ്ങനെ അവിടുന്ന് ഒരു 6 വർഷം ജോലി ചെയ്ത് ഇവിടെ നാട്ടിൽ വന്ന് അപ്പം വേറെ പിന്നെ നാടകം മാത്രമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ കോവിഡും കൂടെ വന്നു. അപ്പോഴത്തേന് വേറെ ഒരു വരുമാന മാർഗ്ഗം ഇല്ലാതായപ്പോഴത്തേക്ക് പിന്നെ എന്ത് വേണമെന്നുള്ളൊരു ചിന്താഗതിയായി. അങ്ങനെയാണ് നമ്മളെ കുഴിയത്തുകാവ് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൻ്റെ ഒരു 1 ഏക്കറോളം വരുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വനപ്രദേശമായിരുന്നു. കാരണം ഇതിനകത്ത് ഈ ഒരു NSS കരമന്ദിരത്തിൻ്റെ ആ കെട്ടിടത്തിൻ്റെ മേൽക്കൂര മാത്രമേ മുകളിൽ കാണത്തുള്ളായിരുന്നു. അതുപോലെ കാട് വൃക്ഷങ്ങളും ഒരാൾ ഇതിനകത്ത് അതിൻ്റെ അടുത്ത് പോലും വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഞാനപ്പോൾ ആലോചിച്ചത് എന്തായാലും നമുക്കൊരു കൃഷിയോട് എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി അന്നേരം. അപ്പം ഞാൻ പറഞ്ഞു അതുപോലെ വരുമാന മാർഗ്ഗവും ഇല്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെയ്ത് ജീവിക്കണ്ടേ. അങ്ങനെ ഞാൻ ആ NSS കരമന്ദിരത്തിൽ വന്ന് അവരുടെ സംഘാടകരുമായിട്ട് ആലോചിച്ച് എനിക്ക് ഇതൊന്ന് പാട്ടത്തിനൊരു 3 വർഷത്തേക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് അവിടെ ഇരുന്ന കമ്മിറ്റി അംഗങ്ങൾ എല്ലാം അവിടെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരു അനുഗ്രഹമാണ്. കാരണം ഇതൊന്ന് വൃത്തിയായി കിട്ടിയാൽ മതി അവർക്ക്. കാരണം ഇത്രയും കാട് കയറി കിടക്കുന്ന ഒരു വസ്തുവല്ലയോ. അങ്ങനെ എനിക്ക് അവർ 3 വർഷത്തേക്ക് പിന്നെ പാട്ട വ്യവസ്ഥയിൽ തന്ന്. അങ്ങനെ JCB കയറ്റി ഇതിനകത്തുള്ള മൊത്തം പാട് വൃക്ഷങ്ങളെല്ലാം മാറ്റി ആദ്യം ഒരു പയർ കൃഷി ചെയ്ത്. അങ്ങനെ അത് നല്ലൊരു അന്ന് 2-3 പേരെ നിർത്തി. കാരണം എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു കൃഷിയെക്കുറിച്ച്. അങ്ങനെ പെരിനാട് കൃഷിഭവനിൻ്റെ കീഴിലാണ് ഈ ഞങ്ങളുടെ ഏരിയ വരുന്നത്. അങ്ങനെ കൃഷിഭവനിൽ ചെന്ന് അവരുടെ അടുത്ത് ഉദ്യോഗസ്ഥരുമായിട്ട് ആലോചിച്ച് അപ്പോൾ അവർ എനിക്ക് വേണ്ടുന്ന സഹായങ്ങൾ തന്നു. കൃഷി ഓഫീസർമാർ. അപ്പോൾ ഒരു പ്രവാസിയും ഒരു കലാകാരനും എന്നുള്ള ഒരു പരിഗണന എനിക്ക് തന്നു. കാരണം അവർ എൻ്റെ കൂടെ നിന്ന് കൃഷിയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ ഓരോ ക്ലാസ്സിന് വിളിപ്പിക്കുകയും പിന്നെ ഓരോന്ന് ചെയ്യേണ്ട രീതികളും എല്ലാം വിത്തും പിന്നെ വളങ്ങളും എല്ലാം സൗജന്യമായിട്ട് തന്നു. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഈ എവരുടെ ക്ലാസ് ഉണ്ടായത് കൊണ്ട് കുറേശ്ശെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. ഇത് അങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു നല്ല ഒരു പുരോഗതി വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു 200 സെൻറ്റ് നെൽകൃഷി വേറെ അതും പാട്ടത്തിനും എടുത്ത് ചെയ്ത് അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ പൂക്കൃഷി തുടങ്ങിയിട്ട് 2 വർഷമായി. പിന്നെ പൂക്കൃഷി, വാഴ, പച്ചക്കറി, ചേന, ചേമ്പ്, സർവ്വ ഐറ്റങ്ങളും എല്ലാം കാണാൻ പറ്റും. ഇപ്പൊ ഈ 1 ഏക്കറിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഇതിനകത്ത് 1 ഇഞ്ച് ഭൂമി പോലും നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. എല്ലാം കൃഷി കൊണ്ട് നിറച്ചിരിക്കുക. ഈ വർഷം പിന്നെ സംസ്ഥാന തലത്തിൽ അവാർഡിന് കൊടുത്തിരുന്ന 3ാം സ്ഥാനത്ത് വരെ എത്തി. പിന്നെ 2 വർഷം പഞ്ചായത്തിൻ്റെ ഏറ്റവും മികച്ച കർഷകനായിട്ട് ഇപ്പോൾ 25-ലും. ഏത് പഞ്ചായത്താണ്? പെരിനാട് പഞ്ചായത്തിലെ. പിന്നെ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് ഈ വർഷം ഈ പൂ സീസണിൽ കൊടുക്കാൻ പറ്റിയില്ല. അതൊരു ഓണം കഴിഞ്ഞിട്ട് ഇത് നിറച്ച് പൂ നിൽക്കുകയാണ്. ഓണത്തിന് നാടകമായിപ്പോയി, എല്ലാ ദിവസവും നാടകമായിപ്പോയി. അപ്പോൾ ഇത് സമയത്ത് പറിച്ചു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്ന കാരണം ജോലിക്കാരെ നിർത്താറില്ല. എല്ലാ കൃഷി ഞാൻ ഒറ്റയ്ക്കേ ചെയ്യത്തുള്ളൂ. ഒരാളെ നിർത്തി കഴിയുമ്പോൾ അത് പറയും അവൻ ജോലിക്കാരെ നിർത്തിയിട്ട്. അപ്പോൾ ജൈവ കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. രാസവളങ്ങളൊന്നും ഇതിനകത്ത് കയറ്റത്ത് പോലും ഇല്ല. ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയാണ് ഇത്രയും നിൽക്കുന്നതൊക്കെ കാണുന്നത്. ഇത്രയും മനോഹരമായ ഒരു കാഴ്ച കാണുന്നത് തമിഴ്നാട്ടിൽ ആണ്. അതേപോലെ തന്നെ ഈ സൂര്യകാന്തിയുടെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സുന്ദരവണ്ടിപുരത്തൊക്കെ പോയിക്കൊണ്ട് കേരളത്തിൽ അങ്ങായിട്ട് ഇപ്പം ആളുകൾ കൃഷി ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം പൂക്കൃഷിയുടെ ഞങ്ങളെ MLA വിഷ്ണുനാഥ് സാറായിരുന്നു. ഈ പ്രാവശ്യം NK പ്രേമേന്ദ്രൻ സാറാണ് ഈ ആദ്യ വിളവെടുപ്പിൻ്റെ
പിന്നെ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ നമുക്ക് ഓണത്തിനൊരു 50 കിലോ പൂവിനകത്ത് എനിക്ക് പറിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ആരെ ഏൽപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. കാരണം ഓണത്തിന് ഒരാഴ്ച മുമ്പ് റിഹേഴ്സൽ തുടങ്ങി. അപ്പോൾ ഓണം കണ്ടിന്യൂ നാടകം ബുക്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയതെന്ന് വെച്ചാൽ നാടകം നമ്മളെ ഒരു ജീവനാണല്ലോ. ഇത് ഞാൻ വിചാരിച്ച് ഇച്ചിരി നഷ്ടം വന്നാലും വേണ്ടിയില്ല. പിന്നെ ഓണം കഴിഞ്ഞിട്ട് ഈ കൃഷി ചെയ്തു, ഇതിൽ ഇപ്പോഴും പൂവ് വിളവെടുപ്പ് നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് നഷ്ടമല്ലേ ശരിക്കും? നഷ്ടം വരും. അന്ന് 140 രൂപയ്ക്ക് കൊടുത്ത പിന്നെ വിപണിയിൽ 1 കിലോയ്ക്ക് ഉണ്ടായിരുന്ന പൂവിന് ഇന്ന് എന്ന് ചോദിച്ചപ്പോൾ 35 രൂപയേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്കും നഷ്ടം. ഇപ്പം നമുക്ക് ഇതിന് കൃഷിക്കാനിത് പിന്നെ തൃശ്ശൂർ മണ്ണുത്തി സർവകലാശാലയിൽ നിന്നാണ് ഈ തൈ കൊണ്ടുവന്നത്. ഒരു തൈയായിരുന്നു. ഒരു തൈക്ക് എങ്ങാണ്ട് 6 രൂപ 50 പൈസ ഇവിടെ വന്നപ്പം വിലയായി. ഒരു 4000 തയ്യോളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ ജോലിക്കൂലി കൂട്ടണ്ട. ജോലി എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതായതുകൊണ്ട് ജോലിക്കൂലി കൂട്ടണ്ട. എന്നാലും അതിൻ്റെ വളവും മറ്റ് കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു വൻ നഷ്ടമാണ്. പക്ഷേ അത് ഞാനതൊരു നഷ്ടമായിട്ട് നല്ല പൂക്കൾ തന്നെയല്ലേ? നല്ല പൂക്കളം, നല്ല പൂക്കളം വലിയ. ഇനി ഇതിലും കാരണം നമുക്ക് ഈ മഴ ഒരു വലിയ പ്രശ്നമായി. അതാണ് നമുക്ക് അബദ്ധം പറ്റിയത്. മഴ കണ്ടിന്യൂ ആയിട്ട് നിന്നത് കാരണം ഇതിന് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പൂ വിടർന്ന് വരാൻ ഒത്തിരി ലേറ്റായി. ഇനി ഇതൊരു 2 മാസത്തോളം ഈ പൂ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇനിയിപ്പം കുറേശ്ശെ കടകളിൽ പറിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുക. പിന്നെ ഞാനിവിടെ കണ്ട ഒരു കാഴ്ചയാണേ, ഇവിടെ കുറേ വാഴകൾ നട്ടിരിക്കുന്നത് കണ്ടു. വാഴ ഇപ്പോൾ ഉണ്ടോ 1000 വാഴയ്ക്കകത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. ഈ വാഴയുടെ കാര്യമല്ല ചോദിക്കണ്ടേ, ഈ വാഴകളുടെ മൂട്ടിലെ അങ്ങായിട്ട് മഞ്ഞൾ നട്ടിരിക്കുന്നുണ്ട്. അത് ആർക്കും അറിയാൻ വയ്യാത്തവരോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു 800 വാഴയോളം എനിക്ക് ഇതിൻ്റെ മാണം അടിത്തുരപ്പം എടുത്തിട്ട് മറിഞ്ഞു പോയി കൊല വന്നതിന് ശേഷം. അപ്പോൾ അതിന് ഒരു എലിയെ പിടിക്കാൻ ഒരു മാർഗവും ഇല്ല. അപ്പം ഞാൻ ഇപ്പോൾ കൃഷിഭവൻ ആലോചിച്ചിട്ട് അവർക്കും അതിനെ കുറിച്ചുള്ള ഈ തുരപ്പൻ എലിയെ പിടിക്കുന്ന എലിയെ പിടിച്ച് കൊന്നു കളയുക, അതേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഒരു പരീക്ഷണാർത്ഥം ഈ വാഴയുടെ ഇടയ്ക്ക് കൂടെ മഞ്ഞളിൻ്റെ തൈ വെച്ച് കൊടുത്തു. അങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നിൽക്കുന്ന സ്ഥലത്തൊന്നും എലിയുടെ ഒരു ശല്യവും ഇല്ല. ആ പരിസരത്തിൽ ഒന്നും ഞാൻ ചെയ്ത് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ ഈ മഞ്ഞളിനൊരു പ്രത്യേക സ്മെല്ല, മഞ്ഞളും ഇഞ്ചി. അപ്പോൾ അത് ഇതിനകത്ത് എലി എടുക്കത്തില്ല. ബാക്കി ഒരു കർഷകരും ഇങ്ങനൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് കർഷകരെ പരിചയമുണ്ട്, കൃഷി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ വാഴയുടെ മൂട്ടിൽ മഞ്ഞൾ നട്ട് നമ്മൾ അത് ഇടയ്ക്ക് അത് കൃഷിക്കെന്നുള്ള രീതിയിലും അല്ല നട്ടേക്കുന്നത്. അല്ലല്ല, അത് ഞാനിത് എലിയെ ഒന്ന് തുരത്താൻ വേണ്ടി. കാരണം ഒരുപാട് പെരിഞ്ചാഴി പോലത്തുള്ള എലിയ അടിത്തുരപ്പിനെല്ലാം ഇതിനകത്തുണ്ട്. ചീനിയൊക്കെ എന്ന് വെച്ചാൽ ചെവിട്ടിലൊന്നും കാണത്തില്ല. അങ്ങനെ ഞാൻ ചീനിയുടെ അടുത്ത് വെച്ച് ആദ്യം പരീക്ഷിക്കുന്നത്. അപ്പോൾ ആ ചീനിയുടെ ചുറ്റിനൊന്നും എലി വരുന്നില്ല. അപ്പം ഞാൻ പിന്നെ ബാക്കിയുള്ള ചേമ്പ്, ചേന ഇതെല്ലാം എലി അടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഒരുപാട് നഷ്ടം, വലിയ നഷ്ടങ്ങൾ അങ്ങനെ സംഭവിക്കും. പക്ഷേ ഇങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വാഴയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഇതുവരെ ഒരു കുഴപ്പം വന്നില്ല. ഒരുപാട് കർഷകർക്കുള്ള ഒരു മെസ്സേജാണ്. പരീക്ഷിക്കണം അത്. ഇത് ഭയങ്കര, അതായത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അവിടെയൊക്കെ നോക്കുമ്പോൾ എല്ലാം മഞ്ഞൾ നിപ്പുണ്ട്. മഞ്ഞൾ വെച്ചിരിക്കുന്നത് വെച്ചാൽ നമുക്ക് എലിശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അപ്പോൾ ഇത് കാണുന്ന കർഷകരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഒരു മെസ്സേജാണ്. നമ്മുടെ തോട്ടത്തിൽ, കൃഷിയിടത്തിൽ ഇടവിളയായിട്ട് അല്ലേ മഞ്ഞൾ നട്ടാൽ തുരപ്പനെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളൊരു സ്വയം കണ്ടെത്തലാണ്. പേര് രസകരമായ സത്യപ്രസാദ്. ഞാൻ മാത്രമേ പറയുള്ളൂ. ഇല്ല, അങ്ങനെയില്ല. ഞാൻ ഈ പേരെങ്കിലും കേട്ടിട്ടില്ല. ബാക്കി ഒരുപാട് പ്രസാദുമാരെ കേട്ടിട്ടുണ്ട്. പ്രസാദുമാര് പേര് കണക്ട്, പക്ഷെ സത്യപ്രസാദ് അത് അച്ഛനും അമ്മയ്ക്കും വന്നി അവർക്ക് എന്തോ ഒരു ഐഡിയ വെച്ച് ഇട്ടതായിരിക്കും, അറിയത്തില്ല. മകൻ കള്ളം പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. കള്ളം പറയാറില്ല. കൃഷിയിൽ ഇത്തിരി നഷ്ടമൊക്കെ വന്നെങ്കിലും നിർത്താൻ ഉദ്ദേശിച്ചില്ല? ഒരിക്കലും ഇല്ല. കാരണം 35 വർഷം ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടും കിട്ടാത്ത അംഗീകാരങ്ങളാണ് ഈ കൃഷിയിൽ വന്നതിന് ശേഷം എനിക്ക് നമ്മളെ നാട്ടുകാരിൽ നിന്നായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും ഒരുപാട് അംഗീകാരം. അതുപോലെ പത്രമാധ്യമങ്ങൾ എനിക്ക് ഒരിക്കലും അവരാണ് എന്നെ ഇത്രയും ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന. പത്രങ്ങളായാലും ഒരു ഫ്രണ്ട് പിന്നെ സപ്ലിമെൻ്ററി 2-3 പത്രങ്ങൾ ഫുൾ പേജിൽ എനിക്ക്. അയ്യോ, കൃഷിയുടെ ഒരു വിജയം തന്നെയല്ലേ. അപ്പം നമ്മുടെ ഈയിടയിൽ ഈ യുവാക്കളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് തൊഴിലില്ല, ഞങ്ങൾക്ക് വരുമാന മാർഗ്ഗമില്ല, പലരും പണിക്ക് പോകാറില്ല, തൊഴിലില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത്? നമ്മൾ ഇപ്പം എല്ലാവർക്കും സർക്കാർ ജോലി, സർക്കാർ ഉദ്യോഗം കിട്ടണമെന്ന് പറ്റത്തില്ല. കാരണം അങ്ങനെ അവർക്ക് കൊടുക്കാൻ വേണ്ടി സർക്കാർ ഉദ്യോഗങ്ങളില്ല. നമ്മൾ സ്വയം ഓരോന്ന് ചെയ്യാൻ സന്മനസ് കാണിക്കണം. ഈ കൃഷി തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികൾക്ക് ഇതിന് ആദ്യം അവരുടെ കുഞ്ഞു മനസ്സിൽ ഇതിൻ്റെ കൃഷി എന്താണെന്നതിനെ കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ചൊരു വിഷയമാക്കി പഠിപ്പിക്കണം. ഞാനിപ്പം എനിക്ക് അവാർഡ് കിട്ടിയതിന് ശേഷം പല സ്കൂളുകളിലും എന്നെ ആദരിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കുട്ടികൾ ക്ലാസ് കൊടുക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയണം 5 സെൻറ്റേ ഉള്ളെങ്കിൽ പോലും നമുക്ക് ഒരു നേരമെങ്കിലും വിഷരഹിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പച്ചക്കറി നമ്മളെ ടെറസിൻ്റെ മുകളിലായാലും പിന്നെ ഉള്ള സ്ഥലത്ത്
അത് നമുക്ക് ആവുന്ന ഒരു വള്ളിപ്പയറെങ്കിലും നടാൻ പറ്റും. നട്ട് നമ്മളത് പരിപാലിച്ച് അതൊരു വിഷാംശമില്ലാതെ ഈ മാർക്കറ്റിൽ വരുന്ന ആഹാര സാധനങ്ങളെല്ലാം കൃത്രിമമാണ്. ഈ പച്ചക്കറിയുടെ എല്ലാം കെമിക്കൽ ചേർത്ത് വരുന്ന സാധനങ്ങളാണ്. ഇവിടെ നമ്മൾ വേറെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ ജീവാമൃതം, പച്ചച്ചാണകം, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, അങ്ങനെയുള്ള ഇവിടെ തന്നെയുള്ള പിന്നെ അടർത്തിയെടുക്കുന്ന വേസ്റ്റുകളൊക്കെ തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഈ വാഴയുടെ സാധാരണ ആൾക്കാർ നമ്മൾ വാഴ കൊല മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടും ഇതെല്ലാം കൂടെ കൊണ്ടൊന്നും വേറെത്തല്ലേ. ഞാനിവിടെ കുഴിയെടുത്തിട്ട് അതിനകത്ത് കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് പിന്നെ ചീമക്കൊന്നയുടെ ഇല, വട്ടത്രാമയുടെ ഇല എല്ലാം കൂടി ഇട്ടിട്ട് ചവരിച്ചോറിട്ട് ഇളക്കി അഴുകി അതിൻ്റെ ചുറ്റിനും വെച്ച് അത് ഏറ്റവും വലിയൊരു വളമാണ്. സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നതാണോ അതോ ആരെങ്കിലും അതിനുള്ള നിർദ്ദേശങ്ങൾ? ഇത് ആദ്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ നമ്മളെ കൃഷിഭവനിൽ ഒരു പിന്നെ മണ്ണിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ നമ്മളൊരു സാറ്, എൻ്റെ കൃഷി വകുപ്പിലെ ഒരു മണ്ണ് പരിശോധനാ കേന്ദ്രത്തിലൊരു സാറ്, പിന്നെ പുള്ളിയുടെ ക്ലാസ് കേട്ടതിന് ശേഷം എനിക്കിത് മനസ്സിലായി. ഇത് നമ്മൾ ഈ കളയുന്ന വേസ്റ്റ് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു 10 അടി താഴ്ചയിലൊരു കുഴി എടുത്തു കഴിഞ്ഞാൽ ഈ വാഴയുടെ കൂടുതൽ വാഴകളുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടും ഈ ഇലയെല്ലാം വൃത്തിയാക്കി കൊടുക്കണമല്ലോ. ഈ വരുന്ന പച്ചിലയെല്ലാം കൂടെ കൊണ്ട് അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് പിന്നെ അഴുകി ഒന്നാന്തരം ജൈവവളം അതിനകത്ത് കുറേ ചാണകപ്പൊടി കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും വെച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ മറ്റേ രാസവളം ഒരു 4 പ്രാവശ്യം ചെയ്യുന്ന എനർജി ഇതിന് കിട്ടും. ഈ രാസവളം ചെയ്താൽ മണ്ണ് ചീത്തയാകുമല്ലോ? മണ്ണ് ചീത്തയാകുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഈ രാസവളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മണ്ണിൽ പിന്നെ ഈ ജൈവ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോത്തേ ഉള്ളൂ. ഇത്ര ഒരു ഗുണം കിട്ടുമെന്നും തോന്നുന്നില്ല. അല്ല, അതല്ല, നമുക്ക് മനസ്സിനൊരു സംതൃപ്തി. നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. കാരണം ഇപ്പം എനിക്ക് ഒരു കൊച്ചു കടയുണ്ട്. ഞാനിവിടെ കൃഷി സാധനങ്ങൾ കൂടുതലും നമ്മൾ കടയിൽ കൊണ്ടുവച്ച് ഏത്തക്കൊലയായാലും എപ്പോൾ കൊണ്ടുവച്ചാലും അപ്പോൾ തന്നെ ആൾക്കാർ വന്ന് വില ചോദിക്കത്തില്ല. കാരണം അവർക്കറിയാം നമ്മൾ കൃത്രിമമായിട്ടൊന്നും ചെയ്യുന്നതല്ല. വെണ്ടയ്ക്കായാലും പാവയ്ക്കായാലും എല്ലാം ഉണ്ട്. വെണ്ടയൊക്കെ ഏതാണ്ട് ഒരു 10 കിലോയ്ക്കകത്ത് ഇപ്പം മുറ്റിപ്പോയി, വെട്ടിയെടുക്കാൻ പറ്റിയില്ല. ഈ പൂവിൻ്റെ കൂട്ട് തന്നെ അതും നഷ്ടമാണ്. പക്ഷേ അതും നമ്മൾ കണക്ക്, കാരണം ആ നാടകം അത് മാറ്റി വെക്കാൻ പറ്റത്തില്ല. നമുക്കിനി എന്ത് നഷ്ടം സംഭവിച്ചാലും നമ്മളതിന് പോയേ പറ്റത്തുള്ളൂ. കാരണം ഈ നമുക്ക് നഷ്ടങ്ങൾ നമ്മൾ സഹിച്ചാൽ മതിയല്ലോ, പിന്നെ കണക്ക് പറയണ്ടല്ലോ. അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വലിയ നഷ്ടങ്ങളൊന്നും വരത്തില്ല. ഇങ്ങനെ ഒരു നഷ്ടമൊന്നും വന്നിട്ടില്ലല്ലോ. ഇല്ലില്ല, ഇതിപ്പോൾ ഇച്ചിരി വില കുറയുമെന്നേ ഉള്ളൂ, എന്നാലും വേണ്ടിയില്ല. എങ്കിലും ഇത്രയും ഈ പൂക്കൾ കൃഷി ഇറക്കിയപ്പോൾ എത്രത്തോളം രൂപ ചിലവ് വന്നു? ഒരു 20 രൂപയ്ക്കകത്ത് എനിക്ക് ചിലവായിട്ടുണ്ട് മൊത്തത്തിൽ. അത്രയും പൈസ നമുക്ക് ഇതിൽ നിന്ന് വിളവെടുപ്പിൽ ഇപ്പോൾ ഈ ഓണത്തിന് മുന്നേ കൊടുത്തായിരുന്നെങ്കിൽ ഒരു 10-40,000 രൂപയുടെ പൂ നമുക്ക് വിൽക്കാമായിരുന്നു. പക്ഷേ അത് നമുക്ക് നടന്നില്ല. കാരണം ഇത് പൂ പറിച്ചു കൊടുത്തെങ്കിലല്ല, അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ കൊടുക്കണം. കാരണം അവസാന നിമിഷത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഇത് ശരിക്കും എറണാകുളത്തൊക്കെ നമ്മൾ കാണുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് പൂ വരുന്നത്. കംപ്ലീറ്റ് അവിടുത്തെ ആണല്ലോ. അത് പ്രേമേന്ദ്രൻ സാറോട് വന്നപ്പം പറഞ്ഞു ഇത് എല്ലാവരും ഇത് പിന്തുടർന്ന് പോകണം. കാരണം നമ്മുടെ ഒരുപാട് തരിശു ഭൂമികൾ നമ്മളെ കേരളത്തിൽ കിടക്കുക. ഇത് ഒന്നും വേണ്ട, ഇപ്പം കുടുംബശ്രീ യൂണിറ്റ് ഉണ്ട്, പല വനിതാ സംഘടനകളുണ്ട്. അവർ ഗ്രൂപ്പായിട്ട് എടുത്ത് ഇങ്ങനെ കൃഷി ചെയ്താലും മതി. നമുക്ക് കേരളത്തിന് വേണ്ടുന്ന പച്ചക്കറി ആയാലും പൂവായാലും ഒരു പരിധി വരെ നമുക്കിത് നിലനിർത്താൻ കൊണ്ടുപോകാൻ പറ്റും സർക്കാരിൻ്റെ തലത്തിൽ. പിന്നെ അതുപോലെ ഇപ്പം ഗവൺമെൻറ് കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സബ്സിഡി ഇനത്തിലായാലും മറ്റേ അതിൻ്റെ വിത്ത് കൊടുത്തായാലും എല്ലാ രീതിയിലും അവർക്ക് കൃഷി വകുപ്പിൻ്റെ സപ്പോർട്ടുണ്ട്. കാരണം നമ്മളത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ അത് ആരും അത് പ്രയോജനപ്പെടുത്തുന്നില്ല. അവർ അന്വേഷിച്ച് പോവുകയോ, ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെന്നെങ്കിലല്ലേ അവർക്കറിയാൻ പറ്റും നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. അപ്പം അല്ല, അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഇന്നാൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലണം, ആവശ്യക്കാരൻ അങ്ങോട്ട് ചെല്ലുക. അതാണ്. അപ്പം എനിക്കിതിപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. കാരണം ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിക്കാനുള്ള 2 മക്കൾ ഗൾഫിൽ പോയി. അപ്പം അവർ 2 പേര് കല്യാണം കഴിച്ച് അപ്പോൾ അവർക്ക് മാന്യമായിട്ട് സെറ്റായി. എനിക്കിപ്പോൾ അവരിപ്പോൾ എന്നോട് ചോദിക്കും, നിനക്ക് അച്ഛൻ്റെ പെമ്മക്കളുണ്ടോ എനിക്ക് കെട്ടിച്ചു വിടാൻ? എനിക്കത് നമ്മൾ ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ അധ്വാനിക്കുക. രാവിലെ പിന്നെ ബോഡി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നടക്കാനും ഓടാനും ഒന്നും പോകണ്ടല്ലോ. ആ സമയത്ത് ഇവിടെ വന്ന് കുന്താലി എടുത്ത് കിളച്ച് കഴിഞ്ഞാൽ അതൊരു എനർജിയാണ്, നമുക്ക് പ്രയോജനം ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. രാവിലെ 5 മണിക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇതിനകത്താണ്. ആൾക്കാരിപ്പോൾ എല്ലാം പോകുമ്പോൾ രാത്രിയിൽ പിന്നെ അതുപോലെ പോകുമ്പോൾ ഡയലോഗ് പഠിക്കുന്നത് ഇതിനകത്താണ്. കാരണം ആരുടെയും ശല്യമില്ല, കിളയ്ക്കുകയും ചെയ്യാം, ഡയലോഗും പഠിക്കാം. അങ്ങനെ ആൾക്കാരൊക്കെ തിരിഞ്ഞിരിഞ്ഞ് നോക്കും ആരോടാ സംസാരിക്കുന്നത്, പെട്ടെന്ന് ഡയലോഗ് പഠിക്കും.
അങ്ങനെയുള്ള ഒരുപാട്. പിന്നെ എന്തോ വരെ പഠിച്ചിട്ടുണ്ട് ഈ ഡയലോഗ് പഠിച്ച് ഈ ഒരു ഒറ്റ യാത്രയിൽ 4 മണിക്കൂറിലൊരു നാടകം മൊത്തം കാണാതെ പഠിച്ച ആളാണ്. എന്തോ ഒരു വിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസം ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക്, ആ ജീവിത സാഹചര്യം വെറും പരാധീനമായിരുന്നു. കാരണം 7 മക്കളിൽ മൂത്ത ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. കാരണം ഒരു 4 സെൻറ്റും ഒരു കൊച്ചു വീടും 7 മക്കളും. അപ്പം ഞാൻ വിദ്യാഭ്യാസത്തിന് അവർക്ക് വിടാനുള്ള അന്നത്തെ കാലഘട്ടത്തിലില്ല. അങ്ങനെ എന്തായാലും തട്ടിയും മുട്ടിയും ഒക്കെ ഒരു 10 വരെ പോകാൻ കഴിഞ്ഞു, അത്രേ പോകാൻ പറ്റുള്ളൂ. 10 വരെ പോയുള്ളെങ്കിലും കളക്ടറായിട്ടും പോലീസ് ഓഫീസറായിട്ടും എല്ലാ വേഷങ്ങളും വേദിയിൽ അവതരിപ്പിച്ച് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അത് ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. നമ്മളെ കഴിവല്ല, ഈശ്വരന് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് അത് സബലീകരിച്ച് തരുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷം ഇത് വന്ന് നേരിട്ട് കാണാൻ പറ്റി. ഇത്തിരി നഷ്ടമൊക്കെ വന്നാലും അടുത്ത വർഷം അത് പരിഹരിക്കാം അല്ലേ? ഉറപ്പായിട്ടും. പിന്നെ ജനങ്ങളുടെ സപ്പോർട്ട്, കാരണം അവരാണല്ലോ നല്ല സഹകരണം. കാരണം നമ്മളെ സാഹചര്യം അവർക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് കയറി വന്നതാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എൻ്റെ നാട്ടിൽ നിന്ന്, ഈ കുഴിയ വന്ന പ്രദേശത്ത് നിന്നുള്ള ആൾക്കാരിൽ നിന്ന് എനിക്ക് കുഴിയം. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും ആണ് എന്നെ. ഇപ്പോൾ നാടകമായാലും ഞാൻ ഏത് നാടകം അഭിനയിച്ചാലും കൊള്ളത്തില്ലെങ്കിൽ പോലും അവരിന്ന് കൈയടിക്കും. കാരണം അത് എനിക്കുള്ളൊരു പ്രോത്സാഹനമാണ്. അതാണ് അത്. ആ ഒരു പിന്നെ കുഴിയത്താവ് ക്ഷേത്രത്തിൻ്റെ ഒരു അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും എല്ലാം നല്ലൊരു സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്കിത് ചെയ്യാൻ പറ്റിയത്. ഈ കൃഷിയുടെ ഇടയ്ക്ക് നാടകം പറഞ്ഞു, നാടകത്തിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ അതുകൊണ്ടൊന്ന് ചോദിക്കണം. സംഘമിത്രയുടെ ഇതിപ്പോൾ ബിഗ് ബോസ് താരം രേണുസുധിയുടെ ഒരു പോസ്റ്റർ ഉണ്ട്. നിങ്ങളുടെ കൂടെ നാടകത്തിൽ അഭിനയിച്ചിരുന്നോ? ഞങ്ങൾ രേണുസുധിയെ കലാരംഗത്തേക്ക് കൊണ്ടുവരുന്നത് സത്യത്തിൽ സംഘമിത്ര എന്ന നാടക സമിതിയാണ്. സതീഷ് സംഘമിത്ര അദ്ദേഹമാണ് പിന്നെ രേണുസുധിക്ക് ഒരു, കാരണം ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഒരു വേറൊരാളിനെ കൊണ്ട് പറയിപ്പിച്ച്. അപ്പം രേണുസുധിക്ക് അഭിനയം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം സതീഷ് സാറ് കൊണ്ടുവന്നിട്ടാണ് പുള്ളി ആദ്യമായിട്ട് ഡയലോഗ് പറഞ്ഞ്. പലരും പിന്നെ കുട്ടി നാടകം അഭിനയിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മാറ്റണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ പുള്ളിയുടെ ആ ഒരു പിന്നെ താല്പര്യം അതല്ല, അതിന് ഒരു ഭാവി ഉണ്ടെന്നുള്ള ധാരണയിലാണ് പുള്ളി അതിനെ നിർത്തിയത്. അത് ആ നാടകത്തിന് കുറേ പരാജയങ്ങൾ ഇതിൽ നിന്നുണ്ടായിരുന്നു. ഈ കൊച്ചിനെ കൊണ്ട് ആ വേഷം ചെയ്യിപ്പിച്ചതുകൊണ്ട്. കാരണം ഒരു പ്രൊഫഷണൽ നാടകത്തിൽ ആർട്ടിസ്റ്റിൻ്റെ ഒരു ഡയലോഗ് പ്രസൻറ്റേഷനൊന്നും പുള്ളിക്കില്ലായിരുന്നു. പക്ഷേ സതീഷ് സാർ അത് പിന്നെ ഒരു 3-4 നാടകം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ വേഷം ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് അത് മാറി. അതിൽ നിന്ന് പിന്നെ നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ അതിൽ നിന്നാണ് ആൾക്കാർ അറിയപ്പെടുന്ന ഈ രേണുസുധി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഈ സംഘമിത്ര വന്നതിന് ശേഷം അതൊരു വലിയ ഭാഗ്യമാണ്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആദ്യമായിട്ടൊരു ആദരവ് കൊടുക്കുന്നത് ഞാനാണ്. രേണുസുധിക്ക് പൊതുവേദിയിൽ ഒരു ആദരവ് കൊടുക്കുന്നത് ഞാനാണ്. പിന്നെ അതുപോലെ നല്ല ഗുരുത്വമുള്ളൊരു, ആൾക്കാർ പല നെഗറ്റീവ് പോയിൻറ്റുകൾ പറയുന്നെങ്കിലും നല്ല ജീവിക്കാൻ സാഹചര്യം അതായിരുന്നു, അതിൻ്റെ ജീവിത സാഹചര്യം അതായിരുന്നു. അപ്പോൾ അതിനെ നമ്മളെ എന്തെല്ലാം രീതിയിൽ അതിനെ ആക്ഷേപിക്കുന്നത് സത്യത്തിൽ ഇതൊന്നും ഉള്ള കാര്യങ്ങൾ. അത് അതിൻ്റെ ആ പ്രാരാബ്ദങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതിന് ഈ വേറെ തൊഴിലിൽ നിന്നൊന്നും പോകാൻ അറിയത്തില്ല. അപ്പം പഠിച്ച തൊഴിലെന്ന് വെച്ചാൽ ഈ നാടകത്തിൽ വന്നതിന് ശേഷം കലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാണ്, അഭിനയിക്കാനും. അതിനൊരു ഭർത്താവില്ലെന്നും പറഞ്ഞാൽ അതിന് ജീവിക്കണ്ടേ. അതിന് എന്തെല്ലാം ആൾക്കാർ എന്തെല്ലാം രീതിയിൽ അതിനെ ആക്ഷേപിക്കുന്നത് സത്യത്തിൽ അതൊക്കെ തെറ്റായ ഒരു പ്രവണതയാണ്. കാരണം ജീവിക്കാൻ വേണ്ടി അവർ വേറെ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നത് അതിനൊന്നും അവർ വിമർശിക്കാൻ പോകുന്നില്ലല്ലോ. അതൊരു പാവം കൊച്ചായതുകൊണ്ട് അതിനെ വിമർശിക്കാൻ ആൾക്കാരുണ്ട്, പ്രതികരിക്കാൻ വേറെ ആൾക്കാരില്ല. അതുകൊണ്ട് എന്തു പറഞ്ഞാലും കേട്ടുകൊണ്ട് നിൽക്കും. പക്ഷേ അതിനൊരു നല്ലൊരു ഭാവിയുണ്ട്. ഞങ്ങളന്നും പറഞ്ഞ് രേണുസുധി നിനക്കൊരു ഉയർച്ചയുണ്ട്. ഞാനും സതീഷ് സാറും എല്ലാവരും പറഞ്ഞു അതിനൊരു നല്ലൊരു ഭാവി ഉണ്ടാവും. കാരണം ഇനി മുന്നോട്ട് എന്തായാലും അതിന് തിരിഞ്ഞിരിക്കേണ്ട കാര്യം വരത്തില്ല. എന്തായാലും നമുക്കൊരു അവകാശമാണ്. അത് തന്നെ. ഏത് രീതിയിൽ പോയാലും നമുക്ക് അവകാശപ്പെടാം. നമ്മളിവിടെ നമ്മൾ നാടകം ഡയലോഗ് 1 വർഷം നിന്നുള്ളൂ. ഒരു സീസണിൽ ഒരു നാടകത്തിൽ അവൾ കളിച്ചിട്ടുള്ളൂ. കാരണം ഉള്ളത് കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അവർ നാടകവേദിയാണ് രേണുസുധിയെ ഒരുക്കി എടുത്തത്. കൊച്ചിൻ സംഘമിത്ര എന്ന് പറയുന്ന നാടക സമിതിയാണ് രേണുസുധിയെ പിന്നെ കൊണ്ടുവന്നത്. കാരണം ഈ കലാരംഗത്ത് അല്ലെങ്കിൽ ആരും അറിയാത്ത ഒരു ആളായിട്ട് മാറിപ്പോകുമായിരുന്നു. കാരണം വേറെ എന്തെങ്കിലും ഒരു ചെറിയ തൊഴിൽ പോയ രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയത്തില്ലായിരുന്നു. എന്തായാലും അതിന് സതീഷ് സംഘമിത്ര എന്ന് പറയുന്ന ഒരുപാട് വ്യക്തികളെ നാടകരംഗത്ത് കൊണ്ടുവന്നൊരു വലിയ മനുഷ്യന്, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് തന്നെ ഒരു ഈശ്വരാധീനം എന്ന് വേണം പറയാൻ. കാരണം പ്രഗത്ഭരായ എത്രയോ സിനിമാ നടന്മാർ ഒക്കെ അതിനകത്ത് അഭിനയിച്ചതാണ്. ഒരു കാര്യം വിട്ടുപോയി, സിനിമകളൊന്നും ട്രൈ ചെയ്തില്ലേ? സിനിമയിൽ 1-2 എണ്ണം അഭിനയിച്ച്. ഇപ്പം പിന്നെ സിറ്റി ട്രാഫിക് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച് റിലീസായിട്ടില്ല. അത് പിന്നെ 1-2 സീരിയലിൽ പിന്നെ കന്യാദാനം,
കുറേ സീരിയലിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കൃഷിയും ഈ ചെറിയ കച്ചവടവും നാടകവും എല്ലാം ആയതുകൊണ്ട് നമുക്കിതിൻ്റെ പിറകെ നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ലെ അവസരം കിട്ടിയാൽ നമുക്ക് പോകണമെന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. കലാരംഗത്ത് അതൊന്ന് അറിയപ്പെടണമെന്നുള്ള ആ മേഖലയിൽ പോയെങ്കിലല്ലേ അറിയപ്പെടത്തുള്ളൂ. പക്ഷെ അതിന് നല്ല അവസരങ്ങൾ കിട്ടുന്നില്ല. കിട്ടിയാലും ഉറപ്പായിട്ട് പോകും. തീർച്ചയായിട്ടും രേണുസുതി നാടകരംഗത്തൂടെ വന്നതാണ് എന്നുള്ള ഒരു പുതിയ അറിവ് കൂടെ നമുക്ക് കിട്ടും. കാരണം അതാർക്കും അറിയത്തില്ല നാടകത്തിൽ നിന്നാണ് വന്നത്. പലരും ഇവിടെ വന്ന് ബോർഡ് കണ്ടിട്ട് ചോദിക്കും രേണുസുതി കണ്ടുള്ള നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ. അപ്പം നമ്മളതൊന്നും അവകാശം പറയാൻ പോകത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് സതീഷ് സംഘമിത്രയെന്ന് പറയുന്ന ആൾക്കാണ്. അദ്ദേഹമാണ് രേണുസുതിയെ ഒരു നടിയായിട്ട് കൊണ്ടുവരാൻ കാരണമായില്ല. ഇപ്പം ജനം അറിയാൻ കാരണമായതും സതീഷ് സംഘമിത്രയാണ്. അദ്ദേഹത്തിന് താങ്ക്സ് പറയണം രേണുസുതി. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഈ ആൾക്കാർ പറയുന്നത് പോലുള്ള തെറ്റിദ്ധാരണയൊന്നും ആ കുട്ടിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അതിന് ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ ചിലപ്പോൾ അറിവേട് കൊണ്ട് എന്തെങ്കിലും സംസാരിച്ച് കാണും. അതിൻ്റെ അറിവ് അത്രയും പ്രായത്തിൻ്റെ പക്വതയേ ഉള്ളൂ. അതായിട്ട് കണക്കാക്കണം. അതിന് പ്രോത്സാഹനം കൊടുക്കുക. എന്തായാലും അതിമനോഹരമായ ഒരു സ്ഥലത്താണ് എത്താൻ പറ്റിയത്. എന്തായാലും സുന്ദരപാണ്ഡിപുരത്തൊന്നും പോകേണ്ടി വന്നില്ല ഈ പൂക്കളുടെ ഈ കൂട്ടം കാണാൻ. കൊല്ലം ജില്ലയിലെ കുഴിയം ഭാഗത്ത് അതിമനോഹരമായി പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നു. കൃഷിയുടെ ഒരു കലവറ തന്നെയാണ് സത്യപ്രസാദ് ചേട്ടൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് കാണാൻ താല്പര്യമുള്ളവർ വരണം, ഇത് കാണണം, ഇദ്ദേഹത്തിന് ഒപ്പം നിൽക്കണം, പിന്തുണ നൽകണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആയിരമൊക്കെയോ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.